ഇനി നമുക്ക് കൊഹിറൻറ്റ് ആൻഡ് ഇൻകൊഹിറൻറ്റ് സോഴ്സസ് എന്താണെന്ന് കാണാം. Coherent sources. Two sources are said to be coherent if the phase difference between the displacements produced by each of the waves does not change with time. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൊഹറൻ്റ് ആവണമെങ്കിൽ ആ ഫേസ് ഡിഫറൻസ്, രണ്ട് വേവ്സ് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവാം, പക്ഷെ ആ ഫേസ് ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റൻറ്റ് ആയിരിക്കണം. കൊഹറൻറ്റ് സോഴ്സസിന് എക്സാമ്പിളാണ് waves produced by two needles moving periodically up and down in water. വെള്ളത്തിൽ രണ്ട് സൂചി ഒപ്പം പീരിയോഡിക്കലായിട്ട് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ വേവ്സ്, അത് കൊഹിറൻറ്റ് സോഴ്സസിന് എക്സാമ്പിളാണ്. ഇൻകൊഹിറൻറ്റ് സോഴ്സസ്, ഇപ്പോൾ കൊഹിറൻറ്റ് സോഴ്സസിൻ്റെ നേരെ വിപരീതമാണ്. അത് രണ്ട് സോഴ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഇൻകൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറയും. അതിനുള്ള എക്സാമ്പിളാണ് ടു സെപ്പറേറ്റ് ലൈറ്റ് സോഴ്സസ് ഇലുമിനേറ്റിംഗ് എ വേർഡ്. സെപ്പറേറ്റ് ലൈറ്റ് സോഴ്സ് ആണെങ്കിൽ അത് ഇൻകൊഹിറൻറ്റ് ആയി. നമുക്ക് രണ്ട് നീഡിൽസ് S1 ആൻഡ് S2 ഉണ്ടാക്കുന്ന വേവ്സ് നോക്കാം. അപ്പോൾ S1ൻ്റെ ക്രസ്റ്റും ട്രഫുമാണ് കംപ്ലീറ്റ് ലൈനും ഡോട്ടഡ് ലൈനുമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ S2ൻ്റെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു പോയിൻറ്റ് P ഇവിടെ ഡിസ്റ്റൻസ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം S1 ആൻഡ് S2 കൺസിഡർ ചെയ്യാണ്. അപ്പോൾ S1P ഈക്വൽ ടു S2P, ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് S1 ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് Y1, ലെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ബൈ സോഴ്സ് S1, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ S1 Y1 is equal to A cos omega t വിചാരിക്കുക. അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ബൈ സോഴ്സ് S2 Y2 is equal to A cos omega t. സിമിലർ ആയിട്ടുള്ള ഇൻ ഫേസ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും? therefore total displacement y is equal to, നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പഠിച്ചു, y1 പ്ലസ് y2. സോ A cos omega t പ്ലസ് A cos omega t വരുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2A cos omega t. അപ്പോൾ ഇതൊരു ഒമേഗ ടി ഫംഗ്ഷൻ തന്നെയാണ്. ഇതൊരു ഒമേഗ ടി ഫംഗ്ഷൻ വിത്ത് മാഗ്നിറ്റ്യൂഡ് എ, ഇതൊരു ഒമേഗ ടി ഫംഗ്ഷൻ വിത്ത് മാഗ്നിറ്റ്യൂഡ് എ, അതേപോലെ ഇതൊരു ഒമേഗ ടി ഫംഗ്ഷൻ വിത്ത് മാഗ്നിറ്റ്യൂഡ് 2A. ഇനി നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ്. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് അല്ല, സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താ ഇവിടെ? 2A ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ I ഇൻറ്റൻസിറ്റി, ടോട്ടൽ ഇൻറ്റൻസിറ്റി I ആണെങ്കിൽ നമുക്കറിയാം ഇതിനെ എഴുതാം 2A ആംപ്ലിറ്റ്യൂഡാണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4A സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഓർ നമുക്ക് എഴുതാം ഇതിനെ I ഇസ് ഈക്വൽ ടു 4I0. ഈ I സ്ക്വയറിനെ I0 എന്ന് എഴുതി കഴിഞ്ഞാൽ 4I0 എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഓഫ്, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണെന്ന് ഓർക്കുക. ഇത് 2A ആണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ 4I0 എന്ന് കിട്ടി. ഇനി ഈ സോഴ്സസ്, അപ്പോൾ ഈ പോയിൻറ്റ്സ് നോക്കൂ. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഈ പോയിൻറ്റിൽ രണ്ട് ട്രഫുകൾ തമ്മിൽ മുട്ടുകയാണ്. അപ്പോൾ ഇതെന്താവും? മാക്സിമം ഇൻറ്റൻസിറ്റിയാണ്. നെഗറ്റീവ് ആയിരിക്കണം, പക്ഷേ മാക്സിമം ഇൻറ്റൻസിറ്റിയാണ്. എന്താ ക്രസ്റ്റ്, എന്താ ട്രഫ്, എന്താണ്? ഒരു വേവിൻ്റെ പോസിറ്റീവ് വരുന്നതും നെഗറ്റീവ് വരുന്നതുമാണ് ക്രസ്റ്റും ട്രഫും. ഇതൊരു വേവ് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ്. അപ്പോൾ രണ്ട് ക്രസ്റ്റുകൾ ചേർന്ന് കഴിഞ്ഞാലും ഡബിൾ ആംപ്ലിറ്റ്യൂഡ് ആവും, രണ്ട് ട്രഫുകൾ ചേർന്നാലും ഡബിൾ ആംപ്ലിറ്റ്യൂഡ് ആവും, പക്ഷേ അത് നെഗറ്റീവ് ആവുമെന്ന് മാത്രം. പക്ഷേ ഇൻറ്റൻസിറ്റി, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം തന്നെയുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇത് ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഉള്ള കണ്ടീഷനിലാണ്. അതുപോലെ ഈ പോയിന്റ് നോക്കൂ, രണ്ട് ക്രസ്റ്റുകൾ ചേർന്നതാണ്, ഇൻറ്റൻസിറ്റി മാക്സിമം ആണ്. ഈ പോയിന്റിൽ ഇത് രണ്ട് ട്രഫുകൾ ചേർന്നതാണ്, ഇൻറ്റൻസിറ്റി മാക്സിമം ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ രണ്ടിതിൻ്റെയും മിഡിലായിട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. അങ്ങനെ ഇൻറ്റൻസിറ്റി മാക്സിമം വരുന്നതിനെയാണ്
കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ എവിടെയാണ് ഇതിന് രണ്ടിനും നടുവിലായിട്ടുള്ള ഒരു ലൈൻ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും അല്ലേ, നടുവിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ S1 S2 ഡിസ്റ്റൻസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിലും മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു പോയിൻറ്റ് Q കൺസിഡർ ചെയ്യാം. അതിൽ നിന്ന് സോഴ്സസ് അറ്റ് എ ഡിസ്റ്റൻസ്, ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലാണ്. S1 ഇസ് ഹിയർ. ഈ S1Q എന്നുള്ള ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി 7 ലാംഡ. അതേപോലെ അനദർ സോഴ്സ് S2 ഹിയർ. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് S2Q ഇസ് ഈക്വൽ ടു 9 ലാംഡ. അപ്പോൾ ഈ വേവ്സ് കാണിച്ചിട്ട് ഏകദേശം ഒരു 9 വേവ് ഉള്ള പോലെ കാണിച്ചു. ഒരു ലാംഡ എന്താണ്? ലാംഡ മീൻസ് പറഞ്ഞാൽ ഒരു വേവിൻ്റെ ലെങ്ത്ത്. ഈ ഡിസ്റ്റൻസ് ദിസ് ഇസ് ലാംഡ. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉള്ളത് ഇത് 0, π, 2π ആണ്. അപ്പോൾ ലാംഡ കറസ്പോണ്ട്സ് ടു 2π. ഇത് 9 ലാംഡ. അപ്പോൾ ഏകദേശം നമ്മളൊരു 9 വേവ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. 9 വേവ്സ് കഴിയുമ്പോഴാണ് ഇതിവിടെ എത്തണത്. അതേപോലെ ഇവിടെ 7 ലാംഡ എന്ന് പറയുമ്പോൾ 7 വേവ്സ് കഴിയുമ്പോൾ ഇതിവിടെ റീച്ച് ചെയ്യും. എക്സാക്ട്ലി 7 വേവ്സ് കഴിയുമ്പോൾ ഇതിവിടെ റീച്ച് ചെയ്യും. ഇത് എക്സാക്ട്ലി 9 വേവ്സ് കഴിയുമ്പോൾ ഇവിടെ റീച്ച് ചെയ്യും. അപ്പോൾ ആ ഡിസ്റ്റൻസസ് എന്താണ്? S1Q, S1, S2. ഈ ഡിഫറൻസ് എന്താണ്? S2Q മൈനസ് S1Q ഇസ് ഈക്വൽ ടു 9 ലാംഡ മൈനസ് 7 ലാംഡ. അപ്പോൾ 2 ലാംഡ. 2 ലാംഡ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു ലാംഡ എന്ന് പറയുമ്പോൾ 2π ആണ്. അപ്പോൾ 2 ലാംഡ എന്ന് പറയുമ്പോൾ 4π വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസിനെ എന്തെഴുതാം? y1 ഇസ് ഈക്വൽ ടു a cos omega t ആണെങ്കിൽ y2 അഗെയിൻ 2 ലാംഡ ഡിഫറൻസിലാണ് എഴുതാം. ഓർ a cos 2 ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πയുടെ എഴുതാം. cos omega t മൈനസ് 4π എന്ന് എഴുതാം. cos omega t മൈനസ് 4π എന്ന് പറഞ്ഞാലോ അത് a cos omega t തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ഗീവ് എഗെയിൻ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ d ആണെന്ന് പറയുകയാണെങ്കിൽ ഈ S1Q ആൻഡ് S2Q നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് മച്ച് ഗ്രേറ്റർ ദാൻ ഈ d ആയിരിക്കണം. ഈ ഡിസ്റ്റൻസിനേക്കാളും വളരെ കൂടുതലായി, തമ്മിലുള്ള സോഴ്സിൻ്റെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കണം ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് എക്സാക്ട്ലി 2 ലാംഡ ഡിഫറൻസ് ആണെങ്കിൽ ഓർ 4π ഇങ്ങനത്തെ ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് സെയിം വേവ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് നേരത്തെ വന്ന അതേ കേസ് തന്നെയാണ്. സോ ഇറ്റ് വിൽ ഗിവ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കേസ്, ഒരു പോയിന്റ് R, S1 ഇവിടെ, S2 ഇവിടെ. S1 is at a distance of 9.75 ലാംഡ, S2 at a distance of 7.25 ലാംഡ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായി? മൈനസ് 2.5 ലാംഡ. ഇത് മൈനസ് ഈ ഡിസ്റ്റൻസ് മൈനസ് ഇതാണ് എടുക്കുന്നത്. S2 മൈനസ് S1 ആണ് എടുക്കുന്നത്. അപ്പോൾ മൈനസ് 2.5 ലാംഡ. മൈനസ് 2.5 ലാംഡ എന്ന് പറയുമ്പോൾ ദാറ്റ് കറസ്പോണ്ട്സ് ടു 5π. നമ്മൾ ലാംഡ പറഞ്ഞു, ലാംഡ എന്ന് പറയുമ്പോൾ 2π ആണ്. ലാംഡ കറസ്പോണ്ട്സ് ടു 2π. അപ്പോൾ 2.5 ലാംഡ എന്തായി? അപ്പോൾ 5π വരും. അപ്പോൾ നമ്മൾ രണ്ട് വേവിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ എഴുതും? y1 ഈസ് ഈക്വൽ ടു a cos omega t ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് ഇക്വേഷൻ a cos omega t പ്ലസ് 5π. ഇത് ലീഡിംഗ് ആയിട്ട് എഴുതി പ്ലസ് 5π. അപ്പോൾ എന്തായി? ഇതിനെ നമ്മൾ ട്രിഗണോമെട്രി യൂസ് ചെയ്ത് ദിസ് ഇസ് മൈനസ് a cos omega t. അപ്പോൾ ഒരെണ്ണം a cos omega tയും മറ്റത് മൈനസ് a cos omega tയും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്ത് വരും? ഇത് രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0 ഇൻറ്റൻസിറ്റി വരും. അതിനെയാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇൻ ഫേസ്, ഔട്ട് ഓഫ് ഫേസ് എന്നുള്ളത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇൻ ഫേസ് എന്താണ്, ഔട്ട് ഓഫ് ഫേസ് ആണ്. രണ്ട് വേവ് ഫോംസ് ഒപ്പം പോവുകയാണെങ്കിൽ, രണ്ട് വേവ് ഫോം, ഇങ്ങനെ ഒരു വേവ് ഫോം, അതിൻ്റെ കൂടെ തന്നെ വേറൊരു വേവ് ഫോം y1ഉം y2 ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇൻ ഫേസ് ആണ്. ഇനി y1 ഇതും y2 ഇങ്ങനെയും വന്നു കഴിഞ്ഞാൽ, റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് ഫേസ് ആണ്, നേരെ ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഉള്ളത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് തരും, ഇത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് തരും. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കേസ് കണ്ടു. ഒന്ന് രണ്ടും ഇൻ ഫേസ് ആയത്, അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വന്നു. ഒന്ന് ഔട്ട് ഓഫ് ഫേസ് ആയത്, അത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വന്നു. എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് തന്നത്? omega t മൈനസ് 4π.
2πയുടെ ഫങ്ഷൻ മൾട്ടിപ്ലൈ ആയിട്ട് വന്നപ്പോൾ ഇവിടെയോ 2.5 ഹാഫ് ഇങ്ങനെ വന്നപ്പോഴാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വന്നത്. അപ്പോൾ ഇൻ ജനറൽ പറയാം, ഇഫ് യു ഹാവ് 2 കോഹിറൻറ്റ് സോഴ്സസ് S1 and S2 vibrating in phase, then for an arbitrary point P, the path difference S1P minus S2P is equal to n lambda ആണെങ്കിൽ this will give a constructive interference for n is equal to 0, 1, 2, 3 etc. And if the path difference S1P minus S2P is equal to n plus half lambda ആണെങ്കിൽ again n is equal to 0, 1, 2, 3 etc. This will give destructive interference. അപ്പോൾ n plus half lambda ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, n lambda ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ലാംഡ എന്താ ഓർമ്മയുണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ക്ലിയർ ആയോ എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്? അപ്പോൾ അത് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഇത് 2 വേവ് ഇങ്ങനെ വരുമ്പോൾ അത് കൂട്ടിമുട്ടുന്നത് ഒന്നുകിൽ ക്രസ്റ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടാം, ട്രഫുകൾ തമ്മിൽ കൂട്ടിമുട്ടാം, ക്രസ്റ്റും ട്രഫും അല്ലാതെ വരാം, ഒന്നിൻ്റെ ക്രസ്റ്റും ഒന്നിൻ്റെ ട്രഫും കൂട്ടിമുട്ടാം അല്ലേ. ഇപ്പോൾ ഇവിടെ ക്രസ്റ്റും ക്രസ്റ്റും കൂടെ കൂട്ടിമുട്ടുന്നു, ട്രഫും കൂടെ മുട്ടുന്നു, അപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ എപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് വരുന്നതെന്ന്. അതുപോലെ ക്യാൻസൽ ഔട്ട് എപ്പോഴാണ്? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവായി കഴിഞ്ഞാൽ അപ്പോൾ ക്യാൻസൽ ഔട്ട് ആവും. ഇത് എപ്പോൾ എത്തണോ എന്നുള്ളത് ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് പകുതി എത്തുമ്പോൾ ഇത് നെഗറ്റീവിൻ്റെ പകുതിയാണ് ഇവിടെ എത്തിയതെങ്കിൽ ഡിസ്ട്രക്റ്റീവായി. മനസ്സിലായോ? അപ്പോൾ ഈ സാധനം എന്തായാലും ഓർത്തിരിക്കുക. ഈ 2 ഇക്വേഷൻസ് S1P ഡിഫറൻസ് S2P പാത്ത് ഡിഫറൻസ്, ഈ ഇക്വേഷനും ഈ ഡിക്വേഷനും, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ. ഓക്കെ.